ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. പൊതുവിദ്യാലയങ്ങളിൽ എല്ലാ ദിവസങ്ങളിലും ഹാജരാകാതിരിക്കുകയോ പഠനം പാതി വഴിയിൽ നിർത്തലാക്കുകയോ ചെയ്യുന്ന കുട്ടികളെ കണ്ടെത്തി പഠന തുടർച്ച ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി ജനപ്രതിനിധികളുടെയും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ തിരികെ എന്ന പേരിൽ കർമ്മസമിതി രൂപീകരിച്ചു. സ്കൂൾ രജിസ്റ്ററിൽ പേരുള്ളവരും എന്നാൽ തുടർച്ചയായി സ്കൂളിൽ ഹാജരാകാത്തവരുമായ കുട്ടികൾ, വിവിധ കാരണങ്ങളാൽ പഠനം നിർത്തിയ കുട്ടികൾ എന്നിവരെ കണ്ടെത്തി കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ കുട്ടികളെ വിദ്യാഭ്യാസത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നതാണ് തിരികെ എന്ന പദ്ധതി ലക്ഷ്യമാക്കുന്നത്. ഓരോ കുട്ടികളുടെയും പ്രയാസങ്ങൾ മനസ്സിലാക്കുന്നതിനും പൊതുസമൂഹത്തിന്റെ പിന്തുണയോടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് സമയബന്ധിതമായി കുട്ടികളെ വിദ്യാലയങ്ങളിൽ എത്തിക്കുന്നതിനും വേണ്ടി സ്പെഷ്യൽ പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റികളും മുനിസിപ്പൽ എഡ്യൂക്കേഷൻ കമ്മിറ്റികളും വിളിച്ചു ചേർക്കുന്നതിന് തീരുമാനിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ്, സമഗ്ര ശിക്ഷ കേരളം, ഗ്രാമപഞ്ചായത്തുകൾ, നഗരസഭ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്ത്, ജനമൈത്രി എക്സൈസ്, കേരള മഹിളാ സമാഖ്യ സൊസൈറ്റി, വനം വകുപ്പ്, ജനമൈത്രി പോലീസ്, സന്നദ്ധ സംഘടനകൾ, ക്ലബ്ബുകൾ എന്നിവയുടെ ഏകോപനത്തിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നതിന് ഉദ്ദേശിക്കുന്നത്. നിലമ്പൂർ MLA PV അൻവർ, ഏറനാട് MLA PK ബഷീർ, വണ്ടൂർ MLA AP അനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖ, മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടർ രമേശ് കുമാർ, KSSK മലപ്പുറം ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ മനോജ് കുമാർ, മലപ്പുറം ഡയറ്റ് പ്രിൻസിപ്പൽ സലീമുദ്ദീൻ എന്നിവർ രക്ഷാധികാരികളായും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, നിലമ്പൂർ നഗരസഭാ ചെയർമാൻ, നിലമ്പൂർ ഉപജില്ലയിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ ചെയർമാൻമാരായും BPC, AEO, ഡയറ്റ് ഫാക്കൽറ്റി എന്നിവർ കൺവീനർമാരായും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, പ്രധാനാധ്യാപകർ എന്നിവർ അംഗങ്ങളായും കർമ്മസമിതി രൂപീകരിച്ചു. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P പുഷ്പവല്ലി അധ്യക്ഷയായ ചടങ്ങ് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ അത്തരത്തിൽ അടിത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് എന്തുകൊണ്ടാണോ ആ വിദ്യാർത്ഥി സ്കൂളിലേക്ക് വരാത്തത് അല്ലെങ്കിൽ പോവാത്തത് എന്ന് പഠിച്ച് അതത് ഡിപ്പാർട്ട്മെന്റുകളിൽ അതിന്റെ വിവരം നൽകി അവിടെ എത്തിക്കേണ്ട ചുമതല അവർക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ അറിഞ്ഞിട്ടുണ്ട്. മനോജ് മാഷി ഇവിടെ പറഞ്ഞ തരത്തിൽ നോക്കുമ്പോൾ എല്ലാവർക്കും ബാധ്യതപ്പെട്ടതാണെങ്കിൽ പോലും ഇത്തരത്തിൽ ഏൽപ്പിക്കുന്ന ജോലികൾ ചെയ്യുന്ന ആളുകൾ ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വലിയ കാര്യം. അസിസ്റ്റന്റ് കളക്ടർ VM ആര്യ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. മലപ്പുറം വിദ്യാഭ്യാസ ഡയറക്ടർ കേശ് കുമാർ മുഖ്യ സന്ദേശം നൽകി. സമഗ്ര ശിക്ഷ കേരളം ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ മനോജ് കുമാർ പദ്ധതി വിശദീകരണം നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്മാരായ OT ജെയിംസ്, ജയശ്രീ അഞ്ചേരിയൻ, മനോഹരൻ, റീന ടീച്ചർ, T ഉസ്മാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മേജർ മുഹമ്മദ്, റുബീന കിണറ്റിങ്ങൽ, സ്കറിയ കിനാന്തോപ്പിൽ, വണ്ടൂർ DEO KK റംലത്ത്, വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി, SSK ജില്ലാ പ്രോഗ്രാം ഓഫീസർ MD മഹേഷ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സുരേഷ് ബാബു, മഹിളാ സമാഖ്യ പ്രോഗ്രാം ഓഫീസർ റെജീന, ITTP അസിസ്റ്റന്റ് പ്രോജക്ട് ഓഫീസർ സിന്ധു, ഡെപ്യൂട്ടി RFO രാജേഷ്, ട്രെയിനർ TP രമ്യ എന്നിവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. BPCM മനോജ് കുമാർ സ്വാഗതവും AEO പ്രേമാനന്ദ് നന്ദിയും പറഞ്ഞു. പ്രഥമാധ്യാപകർ, ട്രെയിനേഴ്സ്, CRCCമാർ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ, പ്രൊമോട്ടർമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തുംകടവ്, നിലമ്പൂർ.